തെളിച്ച വഴിയിലൂടെ കേരളം മൈസൂരിലേക്കും തിരിച്ചും യാത്ര തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ആധുനിക കേരളത്തിന്റെ മാറ്റത്തിന് സാക്ഷിയായി വയനാടൻ ചുരത്തിന്റെ 9ാം വളവിനപ്പുറം ഒരു ചങ്ങലമരം വേരുറപ്പിച്ചു വളർന്നു. പുതിയ കേരളത്തിനൊപ്പം വയനാടും അവരുടെ ആവശ്യങ്ങളും വളർന്നു. ചരക്കു നീക്കത്തിനായി ബ്രിട്ടീഷുകാർ ആരംഭിച്ച ചുരം റോഡ് വയനാടൻ സാമൂഹ്യ ജീവിതത്തിന്റെ ജീവനാഡിയായി. കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ പ്രധാന പാതയായി താമരശ്ശേരി ചുരം മാറി. സഞ്ചാരികളും ചരക്ക് നീക്കവും ഏറിയതോടെ ചുരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. കനത്ത മഴയിലുണ്ടാവുന്ന മണ്ണിടിച്ചിൽ ഗതാഗത സ്തംഭനം നിത്യസംഭവമാക്കി. പ്രതിസന്ധികളേറിയതോടെ ബദൽ പാത എന്ന ആവശ്യം ശക്തമായി. 2016 LDF സർക്കാർ പ്രകടന പത്രികയിൽ തുരങ്കപാത എന്ന ആശയം മുന്നോട്ടുവച്ചു. ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ചയിൽ വളവും തിരിവുമില്ലാതെ ആ സ്വപ്നം അതിവേഗം വളർന്നു. കിഫ്ബിയുടെ സഹായത്തോടെ 2134.50 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. 4 വർഷത്തിനപ്പുറം ബ്രിട്ടീഷ് ചതിമണക്കുന്ന ചുരം റോഡിന് ബദലായി കേരളം തുരങ്കപാത. നമസ്കാരം, ആസാദി ലൈറ്റ് ഡിഷിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പുതുവഴിയിൽ കുതിക്കും വയനാട് തുരങ്കപാത നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, മലയാളികൾ ഉൾപ്പെട്ട യാത്രാ സംഘം ഹിമാചലിൽ കുടുങ്ങി. നരേന്ദ്രമോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ച, ഉഭയകക്ഷി ചർച്ചയിൽ പുതിയ പ്രതീക്ഷയുമായി ലോകം. മധുരമുണ്ടോണം KTDC പായസമേള ആരംഭിച്ചു. റേഷൻ കടകൾ വഴി ഇനി പാസ്പോർട്ടിന്റെ അപേക്ഷ നൽകാം, മന്ത്രി GR അനിൽ. ചെന്നൈയിൽ മേഘവിസ്ഫോടനം, നഗരത്തിന്റെ വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പുതുവഴിയിൽ കുതിക്കും വയനാട് തുരങ്കപാത നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ സ്വപ്നമായ വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് ഭൂരിപക്ഷം ജനങ്ങളും കരുതിയ പദ്ധതികളാണ് LDF സർക്കാർ നടപ്പിലാക്കിയത്. 50 വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാക്കാത്ത പദ്ധതികളാണ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുരങ്കപാത പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയും ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ 3ാമത്തെ തുരങ്കപാതയുമായി മാറും. താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാകും. കേരളത്തിലെ വ്യാപാര, വാണിജ്യ, ടൂറിസം മേഖലയ്ക്ക് തുരങ്കപാത പുതിയ കുതിപ്പ് നൽകും. വയനാട്ടിലെ ജനതയുടെ ദീർഘകാല സ്വപ്ന സാഫല്യം കൂടിയാണ് പദ്ധതി. ആനക്കാംപൊയിൽ സെന്റ് മേരീസ് UP സ്കൂൾ മൈതാനത്ത് നടന്ന കല്ലിടൽ ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. മന്ത്രിമാരായ KN ബാലഗോപാൽ, OR കേളു, AK ശശീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. വയനാട്ടിന്റെ കോഴിക്കോടിന്റെയും മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിലുള്ള വഴിയാണ് LDF സർക്കാർ തുറന്നിടുന്നത്. ടൂറിസം, കാർഷിക, വ്യാപാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. 60 മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന പാത താമരശ്ശേരി ചുരത്തിലെ മുടിപ്പിൻ വളവുകളിൽ കയറാതെ വയനാട്ടിലേക്കുള്ള വേഗമാർഗമാകും. കിഫ്ബി വഴി 2134 കോടി രൂപ ചെലവിൽ 4 വരിയാണ് നിർമ്മാണം. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർവഹണ ഏജൻസി. തുരങ്കമുഖത്തേക്കുള്ള പ്രധാന പാതയുടെ പ്രവൃത്തി ആരംഭിച്ചു. പാരിസ്ഥിതികാനുമതിയടക്കം സ്വന്തമാക്കിയാണ് ടെൻഡറിലേക്ക് കടന്നത്. ഇരട്ട തുരങ്കപാതയാണ് നിർമ്മാണം. 4 വരി ഗതാഗതമാണ് പദ്ധതിയിലുള്ളത്. 8.25 കിലോമീറ്റർ തുരങ്കത്തിന്റെ ദൈർഘ്യം. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങൾ തുരങ്കപാതയിലുണ്ടാകും. അമിത ഉയരമുള്ള വാഹനങ്ങൾ കണ്ടെത്തി സിഗ്നൽ നൽകും. ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടാകും. ഇരുവഴിയിൽ പാലങ്ങൾക്കും കല്ലുകൾക്കും
പുറമെ അടിപ്പാതി സർവീസ് റോഡും ഉണ്ടാവും. ചൂരമില്ല ബദപാത എന്ന വയനാടിന്റെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത്. വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ ആരാധ്യനായ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ആദ്യം നിർവഹിക്കുന്നത് ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മമാണ്. വേദിയിലെ മുൻനിരയിലുള്ള ബഹുമാന്യ വ്യക്തികൾ ശിലാഫലകത്തിനരികിലേക്ക് ബാക്കിയുള്ളവർ സ്റ്റേജിന്റെ മുൻവശത്തേക്ക്, ഡയസിന് മുൻവശത്തേക്ക് അണിചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് ഇതാ ഇവിടെ തുടക്കം കുറിക്കുന്നു. ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ശിലാഫലകത്തിന് അനാച്ഛാദന കർമ്മം നിർവഹിക്കുകയാണ്. നരേന്ദ്രമോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ച. ഉഭയകക്ഷി ചർച്ചയിൽ പുതിയ പ്രതീക്ഷയുമായി ലോകം. 2 ദിവസത്തെ ജപ്പാൻ സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്ഇഒ ഉച്ചകോടിക്കായി ചൈനയിലെത്തി. ടിയാൻജിനിൽ ഉച്ചകോടിയും ഭാഗമായി ചൈനീസ് പ്രസിഡന്റ് ജി ജിൻപിങ്ങുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഡ്രാഗണും ആനയും ഒരുമിച്ച് വാഴണമെങ്കിൽ അവർ സുഹൃത്തുക്കളായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഷി ജിൻപിങ് പറഞ്ഞു. ഇത് ചൈന ഇന്ത്യ നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികമാണ്. ഇരു രാജ്യങ്ങളും നമ്മുടെ ബന്ധം നയതന്ത്രപരവുമായി ദീർഘകാലവുമായി വീക്ഷണകോണിൽ നിന്നും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ബഹുരാഷ്ട്ര ഐക്യം, ബഹുധ്രുവ ലോകം, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ കൂടുതൽ ജനാധിപത്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിനും ഏഷ്യയിലും ലോകമെമ്പാടും സമാധാനത്തിനും സ്മൃതിക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള നമ്മുടെ ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നാം മുന്നോട്ട് വരണമെന്നും കൂട്ടിച്ചേർത്തു. പരസ്പര വിശ്വാസം, ബഹുമാനം, സംവേദനക്ഷമത എന്നിവ അടിസ്ഥാനമാക്കി ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ വർഷം കസാനിൽ വെച്ച് നടത്തിയ ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് നല്ല ദിശാബോധം നൽകി. അതിർത്തിയിലെ സൈനിക പിന്മാറ്റത്തിന് ശേഷം സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ഇന്ത്യ ചൈന സഹകരണം ഇരു രാജ്യങ്ങളും 280 കോടി ജനങ്ങളുടെ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മുഴുവൻ മനുഷ്യരാശിയുടെയും ക്ഷേമത്തിനും വഴിയൊരുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായും ഇന്ത്യൻ ചർച്ച നടത്തുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര ചുങ്ക സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുകയാണ്. ചൈന, ഇന്ത്യ, റഷ്യ എന്നീ 3 രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യത സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കിടയിലാണ് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലെ നിർണായക കൂടിക്കാഴ്ച. മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, മലയാളികൾ ഉൾപ്പെടെ യാത്രാ സംഘം ഹിമാചലിൽ കുടുങ്ങി. കനത്ത മഴയും മണ്ണിടിച്ചിലും റോഡുകൾ തകർന്നതോടെ മലയാളികൾ ഉൾപ്പെട്ട സംഘം ഹിമാചലിൽ കുടുങ്ങി. വിനോദസഞ്ചാരത്തിന് പോയ 25 പേരടങ്ങുന്ന സംഘമാണ് ഹിമാചലിലെ പ്രതികൂല കാലാവസ്ഥയിൽ പ്രദേശത്ത് കുടുങ്ങിയത്. ഇതിൽ 18 പേർ മലയാളികളാണെന്നാണ് വിവരം. 2 ദിവസമായി മടങ്ങാനാവാതെ സംഘം ഹിമാചലിൽ തങ്ങുകയാണ്. നോർക്ക വഴി ഹിമാചൽ പ്രദേശത്ത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സംഘത്തെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നും ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് അറിയിച്ചു. ആഗസ്റ്റ് 25-നാണ് സംഘം ഡൽഹിയിൽ നിന്നും ഹിമാചൽ സ്പിറ്റി വാലിയിലേക്ക് പോയത്. പ്രദേശത്തുണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലും ഷിംലയിലേക്ക് റോഡ് തകർന്നിരുന്നു. ഇതോടെ സംഘം മടങ്ങാനാവാതെ ഹിമാചലിൽ കുടുങ്ങിക്കുകയായിരുന്നു. കൽപ്പ ഗ്രാമത്തിലെ ഹോട്ടലിലാണ് നിലവിൽ സംഘമുള്ളതെന്ന് വിവരം. സംഘം നിലവിൽ സുരക്ഷിതരാണ്. എന്നാൽ വെള്ളവും ഭക്ഷണവും ഉൾപ്പെടെ അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവാണെന്നും എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും സംഘം അഭ്യർത്ഥിച്ചു. മലയാളികൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഹിമാചലിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. പലയിടങ്ങളിലായി മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ജൂൺ 20-ന് മൺസൂൺ ആരംഭിച്ചതിനു ശേഷം സംസ്ഥാനത്ത് നിരവധി തവണയായി മേഘവിസ്ഫോടനം, മണ്ണിടിച്ചിലും
റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ സംസ്ഥാനത്ത് ആകെ 795 റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ 289 എണ്ണം മണ്ഡി ജില്ലയിലും 214 എണ്ണം ചമ്പിയിലും 132 എണ്ണം കുളുവിലുമാണ്. കേരളത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ ഹിമാചൽ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരുടെ സുരക്ഷയും സുഗമമായ മടങ്ങിവരവും ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി ഹിമാചൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മിന്നൽ പ്രളയമുണ്ടായ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യവും മുഖ്യമന്ത്രി അറിയിച്ചു. മധുരമുണ്ടോണം KTDC പായസമേള ആരംഭിച്ചു. പാലട, പരിപ്പ് പ്രഥമൻ, അടപ്രഥമൻ, പാൽപ്പായസം, പഴം പ്രഥമൻ തുടങ്ങി ലൂംലാൻഡ് സ്പെഷ്യൽ പായസം വരെ നീളുന്ന രുചി ലോകമൊരുക്കി KTDCയുടെ ലൂംലാൻഡ് പായസമേള കണ്ണൂർ താവക്കരയിൽ ആരംഭിച്ചു. ഓണം മധുരതരമാക്കുവാൻ രുചികരവും വൈവിധ്യമാർന്നതുമായ പായസങ്ങൾ ഒരുക്കി മധുരപ്രിയരെ വരവേൽക്കുകയാണ് മേള. രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പായസമേള ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് എവിടെയെല്ലാം മലയാളിയുണ്ടോ അവിടെയെല്ലാം അവരവരുടെ രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഓണം നാടിന്റെ അടയാളപ്പെടുത്തലാണ്. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നത് സന്തോഷകരമായ അനുഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി അധ്യക്ഷയായി. ആദ്യ വിൽപ്പന കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിന്നും സുനിത ഫർണിച്ചർ ഡയറക്ടർ തമ്പാൻ ഏറ്റുവാങ്ങി. തനതു കേരള രീതിയിൽ പരമ്പരാഗത രുചിയും ഗുണവും മണവും നിലനിർത്തിക്കൊണ്ട് പാചക വിദഗ്ധരാൽ തയ്യാറാക്കപ്പെടുന്ന പായസങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഞായറാഴ്ച ആരംഭിച്ച പായസമേള സെപ്റ്റംബർ 5-ാം തീയതി വരെ തിരുവോണ ദിവസം വരെ ഉണ്ടായിരിക്കും. പ്രത്യേക സജ്ജമാക്കിയ കൗണ്ടറുകൾ വഴിയാണ് പായസം വിതരണം ചെയ്യുന്നത്. ഒരു പായസ കൗണ്ടർ ലൂംലാൻഡിലും മറ്റൊരു പായസ കൗണ്ടർ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തോട് ചേർന്നുമാണ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുക. പായസമേളയ്ക്കൊപ്പം തന്നെ തിരുവോണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 3, 4, 5 തീയതികളിൽ KTDC വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കും. പായസം ലിറ്ററിന് 400 രൂപയും 1/2 ലിറ്ററിന് 220 രൂപയും കപ്പിന് 50 രൂപയും വീതമാണ് ഈടാക്കുന്നത്. ഓണസദ്യക്ക് 450 രൂപയും പാർസലിന് 500 രൂപയാണ് നിരക്ക്. ഓണസദ്യയും പായസവും മുൻകൂർ ബുക്കിങ്ങിന് 94 00 00 86 81 04 972 700 717 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സുരേഷ് ബാബു വലയൂർ, KTDC ഡയറക്ടർ ബോർഡ് അംഗം യു ബാബു ഗോപിനാഥ്, ലൂംലാൻഡ് മാനേജർ C വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. റേഷൻ കടകൾ വഴി ഇനി പാസ്പോർട്ടിനും അപേക്ഷിക്കാം. മന്ത്രി GR അനിൽകുമാർ. സ്റ്റോർ ആക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും അക്ഷയ സെന്ററുകൾ വഴിയുള്ള സേവനങ്ങൾ ലഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ തിരുവനന്തപുരം മഞ്ചാടിമൂട് സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാർക്ക് അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും. നിലവിൽ 2300-ലധികം കടകൾ കേരളത്തിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ഓണം കഴിയുമ്പോൾ 14,000 റേഷൻ കടകളും സ്റ്റോർ ആക്കിയാണ് ലക്ഷ്യം എന്നും മന്ത്രി പറഞ്ഞു. ആധാർ സേവനങ്ങൾ, പെൻഷൻ സേവനങ്ങൾ, ഇൻഷുറൻസ് സേവനങ്ങൾ, ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ CSC സേവനങ്ങളെല്ലാം ഇനി സ്റ്റോർ വഴി ലഭ്യമാകും. ആധുനിക സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിലടക്കം റേഷൻ കടകൾ സ്റ്റോർ ആക്കുന്നത് വഴി മൂല്യവർദ്ധിത സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകാനുതകുന്ന വിധം കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല കൂടുതൽ ശക്തമാക്കും. ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ സ്റ്റോർ വലിയ ചലനം സൃഷ്ടിക്കും. 10,000 രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ സ്റ്റോർ വഴി നടത്താൻ സാധിക്കും. 5 കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും സ്റ്റോർ വഴി ലഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ അധ്യക്ഷത വഹിച്ചു. ചെന്നൈയിൽ മേഘവിസ്ഫോടനം. നഗരത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ. ചെന്നൈയിൽ മേഘവിസ്ഫോടനം. നഗരത്തിന്റെ വടക്കൻ പ്രദേശമായ മണാലിയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. ശനിയാഴ്ച രാത്രി ചെന്നൈ നഗരത്തിൽ കനത്ത മഴയുണ്ടായി. ചെന്നൈ വിമാനത്താവളത്തിലേക്കുള്ള ചില വിമാനങ്ങൾ ബംഗളൂരിലേക്ക് വഴിതിരിച്ചുവിട്ടതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച രാത്രി 10 മുതൽ 12 വരെ ചെന്നൈയിൽ ശക്തമായ മഴ ലഭിച്ചു. വടക്കൻ ചെന്നൈയിൽ അതിശക്തമായ മഴയാണ് ഉണ്ടായത്. മണാലി, ന്യൂ മണാലി ടൗൺ, വിംകോ നഗർ എന്നിവിടങ്ങളിൽ യഥാക്രമം 27 സെന്റിമീറ്റർ, 26 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ എന്നിങ്ങനെ അതിശക്തമായ മഴ രേഖപ്പെടുത്തി. മണാലിയിൽ ഡിവിഷൻ 19 ശനിയാഴ്ച രാത്രി 11 വരെ 106.2 മില്ലിമീറ്റർ മഴയും രാത്രി 11 മുതൽ 12 വരെ 126.6 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയായി പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച പുലർച്ചെയും കനത്ത മഴ പെയ്തതോടെ ബംഗളൂരു, ഡൽഹി, ഫ്രാൻസ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് ചെന്നൈയിലെത്തേണ്ടിരുന്ന വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു. രാവിലെ കാലാവസ്ഥ തെളിഞ്ഞതോടെ വ്യത്യസ്ത വിമാനങ്ങളിൽ യാത്രക്കാരെ നഗരത്തിലേക്ക് തിരിച്ചയച്ചതായി അധികൃതർ അറിയിച്ചു. ചെന്നൈയിലും സമീപ ജില്ലകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മഴയ്ക്ക് ശക്തമായ സാധ്യതയുണ്ട്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ പ്രദേശങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മലയാളമയുടെ മഹാവിസ്മയമായിരുന്നു പ്രൊഫസർ MK സാനു മാസ്റ്റർ എന്ന കവിയും സംഗീതജ്ഞനുമായ ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ.
പറഞ്ഞു. കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവും മഹാകവി കുമാരനാശാനുമൊക്കെ പകർന്നു നൽകിയ ആദർശത്തിന്റെ മഹാവ്യാഖ്യാനമായിരുന്നു സാനു മാസ്റ്ററുടെ ജീവിതം. മനുഷ്യനും മനുഷ്യത്വവുമാണ് പ്രധാനമെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ധർമ്മമാണ് മഹാദാനമെന്നും അത് ജീവിതത്തിന് ധന്യതയെന്നുള്ള സന്ദേശം എഴുത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും നിരന്തരം പ്രസരിപ്പിച്ചു. കാലം അറിവിന്റെ വിലാസമാണ്. കാലം പകരുന്ന അനുഭവങ്ങളും അനുഭൂതികളുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുകുമാർ അഴീക്കോടിനെ പോലെ അനീതികൾക്കും അരുതായ്മകൾക്കുമെതിരെ സാഗരഗർജനം മുഴക്കുന്നതിനായിരുന്നില്ല സാനു മാസ്റ്ററുടെ ശൈലി. മറിച്ച് തന്റെ പ്രതികരണങ്ങൾ മന്ദമാരുതന്റെ തഴുകിലായി അനുവാചകരുടെ മനസ്സിലേക്ക് എത്തിക്കുകയും അത്തരം അനീതികൾക്കെതിരെ ചിന്തിപ്പിക്കുകയും ചെയ്യും. ജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് ഇരുട്ടിലേക്ക് കടന്നു കയറി ആ ഇരുട്ടിനെ പ്രകാശനമായി വലിയൊരു പ്രതീക്ഷയാക്കി മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. ഇവിടെയാണ് സാനു മാസ്റ്ററുടെ വർത്തമാനകാല പ്രസക്തി. ജാതിക്കും മതത്തിനും അപ്പുറമുള്ള മാനവികതയുടെ മഹാസന്ദേശമാണ് അദ്ദേഹം ഉയർത്തിയത്. സ്നേഹം കൊണ്ട് ഒരു സമൂഹത്തെ എങ്ങനെ സേവിക്കാമെന്ന് മാഷ് കാട്ടിത്തന്നു. പ്രശാന്ത് കൃഷ്ണൻ പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ടി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി കെ ടി ശശി സ്വാഗതവും കെ ശിവദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.